ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ബാഗ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, ആ ബാഗ് തന്നെ നമുക്ക് ജീൻ ടൈപ്പിലാണ് ചെയ്തിരുന്നത് കേട്ടോ. ഒരു സാധനം ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്മേലെ ഒരുപാട് വെറൈറ്റി മോഡലുകളാണല്ലേ നമ്മളെല്ലാവരും പരീക്ഷിക്കുക. എന്നാൽ പിന്നെ നമ്മളായിട്ട് ആ പരീക്ഷണത്തിലൊരു മാറ്റം വരുത്തണ്ടല്ലോ. ഇതിലേത് ടൈപ്പ് എംബ്രോയ്ഡറി ചെയ്യും എന്നുള്ള ഒരുപാട് കൺഫ്യൂഷനായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സ്യൂട്ടായില്ല. കാരണം നമ്മൾ ഫ്രണ്ടിൽ പോക്കറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പോക്കറ്റാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ വർക്കും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസൈനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാക്കിയുള്ള ക്ലോത്തിൽ ചെയ്യുന്ന പോലെയല്ലല്ലോ ജീൻ ടൈപ്പിൽ ചെയ്യുമ്പോൾ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്താണല്ലോ. അപ്പോൾ ഭയങ്കര ഒരു ചെറിയൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോക്കറ്റിന്മായതുകൊണ്ട് തന്നെ അത് പോക്കറ്റിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മളത് ഓരോന്നെടുത്ത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറമേക്ക് ചെയ്യുന്ന ഒരു ചെയിൻ സ്റ്റിച്ച് പോലെയുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ ഇതിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ സ്റ്റെമ്മും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഫ്രഞ്ച് നോട്ട് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്, കാരണം അതിൽ നിന്ന് എടുത്ത് കാണുന്ന രീതിയിൽ യെല്ലോ അല്ലാതെ വേറെ ഏത് കളറും നമുക്ക് ചൂസ് ചെയ്യാനുണ്ടായിരുന്നില്ല. പോക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫ്രെയിമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഇത് നമ്മൾ പോക്കറ്റിൻ്റെ ഉള്ളിലൂടെ ചെയ്യുമ്പോൾ നമ്മളെ കൈ അതിലൂടെ ഇട്ട് വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ റിസ്ക് എടുത്താൽ നമുക്ക് അതിനുള്ളൊരു വിജയം എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയൊരു റിസ്ക് ഞാൻ ഏറ്റെടുത്തു കേട്ടോ. ചെയ്തിട്ടുള്ളത് ഈ പോക്കറ്റിൽ ആൾറെഡി ഉള്ള ഒരു ചെയിൻ സ്റ്റിച്ച് പോലുള്ളൊരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒരു യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അത് വേറൊന്നുകൊണ്ടല്ല, അത് ആ ഒരു സെയിം കളർ തന്നെയായിരുന്നു, ജീൻസിൻ്റെ സെയിം കളർ കൊണ്ട് തന്നെ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതൊക്കെയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലൂടെ നമ്മുടെ കളർ കോംബോ ഒന്ന് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫ്ലവറിൻ്റെ മുകളിലായിട്ടൊരു ബട്ടർഫ്ലൈ കൂടെ പാറി നടന്നാലോ, അപ്പോൾ ഒന്നും കൂടെ ലുക്കാവില്ലേ. അങ്ങനെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ കൂടെ അതിന് മുകളിലായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.